ഇബ്നു നബാത്ത് റളിയല്ലാഹു തആല അവിടുത്തെ ഖുത്ബയിൽ പറഞ്ഞൊരു സംഗതിയുണ്ട്. ഇവരാരാന്നറിയോ? ഇവരുടെ ഖുത്ബയാണ് കേരളത്തിലും മിസ്ർ പോയ അവിടെ യമനിലൊക്കെ പല പള്ളിയിലും മിമ്പറിന്ന് ഒഴുകുന്നത്, ഖത്തീമാരുടെ അതരങ്ങളിൽ നിന്ന് വെള്ളിയാഴ്ച ഒഴുകുന്നത് ഇവരെ ഖുത്ബയാണ്. കാരണം അതിനാത്ര മുതലുണ്ടത്. റസൂലുള്ളാഹിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയ ഖുത്ബയാണ്. അള്ളാഹുവിന്റെ റസൂൽ അവരുടെ സ്വപ്നത്തിലായി കടന്നു വന്നുകൊണ്ട് അവരോട് അവർ മരണത്തെക്കുറിച്ച് പറഞ്ഞ ഖുത്ബ ഒന്ന് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോൾ മഹാനവറുകൾ മണിമണിയായി സരള സുന്ദരമായി റസൂലുള്ളാഹിന്റെ മുമ്പിൽ അതിങ്ങനെ അവതരിപ്പിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അന്ത അഖ്തബുൽ ഖുത്ബ, ഇന്നുള്ള പ്രഭാഷകന്മാരിൽ ഏറ്റവും നല്ല പ്രഭാഷകനാണ് നിങ്ങളെന്ന് പറഞ്ഞ് റസൂലുള്ളാഹി വായങ്ങ് തുറക്കാൻ പറയുന്നു. ഇഫ്തഹ് ഫാക, നിങ്ങളുടെ വായൊന്ന് തുറക്കുമോനെ. മഹാനവറുകൾ വായൊന്ന് തുറന്നു കൊടുത്തു. റസൂലുള്ളാഹി അതിലേക്ക് തുപ്പിക്കൊടുത്തു. മഹാന്മാരെ തുപ്പുനീരിന് ബർക്കത്തുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ വായിലേക്ക് മുത്ത് റസൂലുള്ളാഹി തുപ്പിക്കൊടുക്കുകയാണ്. അള്ളാന്റെ റസൂല് തുപ്പിക്കൊടുക്കുകയാണ്. ആ തുപ്പുനീര് സ്വപ്നത്തിലങ്ങ് കിട്ടി. മഹാനവറുകളങ്ങ് വിഴുങ്ങി. അല്ലാ എണീറ്റ് നോക്കുമ്പോ വായിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം തന്നെ. മഹാനവറുകൾക്ക് രാവിലെ പ്രാതൽ കൊടുത്തു, വീട്ടുകാര് പക്ഷേ കഴിച്ചില്ല. ഉച്ചക്ക് ഭക്ഷണം കൊടുത്തു, കഴിച്ചില്ല. രാത്രിയിൽ ഭക്ഷണം കൊടുത്തു, കഴിച്ചില്ല. ഇങ്ങനെ തുടർച്ചയായി തീരെ വെള്ളവും അന്നവും ഇല്ലാതെ ക്ഷമിച്ച് പിടിച്ചു നിന്ന് ത്യാഗത്തോടെ കഴിയുന്നത് കണ്ടപ്പോൾ വീട്ടുകാര് ചോദിച്ചു, എന്ത് പറ്റി, എന്താ നിങ്ങൾ കുടിക്കാത്തത്, കഴിക്കാത്തത്? ആ സമയത്ത് വായൊന്ന് തുറന്നു കൊടുത്തു. മണത്ത് നോക്കൂ പെണ്ണേ, എന്റെ വായില് കസ്തൂരിയുടെ ഗന്ധമില്ലേ? ഇത് ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ റസൂലുള്ളാഹി തുപ്പി തന്നതാണ്. ഞാൻ വല്ലതും കുടിക്കുകയാണെങ്കിൽ കഴിക്കുകയാണെങ്കിൽ അതങ്ങ് പോകുമല്ലോ എന്ന് പേടിച്ച് 3 ദിവസം ഒന്നും കഴിച്ചില്ല, 3 ദിവസം ഒന്നും കുടിച്ചില്ല. 3-ാം ദിവസം അങ്ങ് വഫാത്തായി. മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വത്തഖലൈനി വൽ ഫരീഖൈനി ഉർബിൻ വമിൻ നജമി മൗലായ സല്ലി വസ